എല്ലാവർക്കും നമസ്കാരം. പൈതൃക ഗുരുവായൂരിൻ്റെ ഏപ്രിൽ 21 തൊട്ട് 28 കൂടി നടക്കുന്ന ഭാഗവത സപ്താഹത്തിൻ്റെ തുടക്കം കുറിച്ചു. ഇന്നിവിടെ അമ്മമാർക്ക് വിഗ്രഹങ്ങൾ കൊടുത്ത് ആ വിഗ്രഹങ്ങളുമായിട്ടാണ് ക്ഷേത്രനടയിൽ നിന്ന് ആരാധനായ സ്വാമിജിയും ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററും വിളക്ക് കൊളുത്തി തുടങ്ങുന്ന പ്രൊസഷൻ ടൗൺ ഹാളിലെത്തുകയും അവിടെ ഇന്ന് നമുക്ക് യോഗം ഉദ്ഘാടന സഭ ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ മുന്നോടിയായ വിഗ്രഹം കൈമാറുന്ന ചടങ്ങാണ്. നമ്മളിന്ന് ധനലക്ഷ്മി പുരസ്കാരം നൽകി ആദരിക്കുന്ന ആരാധനായ വിജയകുമാർ സാറാണ് നൽകുന്നത്. അതുമാതിരി പാവണ അവിടെ എത്തിയിട്ടുണ്ട്. പാട്ടുകാരി എല്ലാവരെയും അച്ചൂപ്പടക്കം എല്ലാവരെയും സ്വാഗതം ചെയ്തു. അതെ, നല്ല ആദ്യം അതെ. അപ്പൊ എല്ലാവർക്കും വിഷു കൈനീട്ടം കൊണ്ടാണ് വിജയകുമാർ സാർ വന്നിട്ടുള്ളത്. എല്ലാവർക്കും വിഷു കൈനീട്ടം ആ സ്റ്റേജിൽ വെച്ച് കൊടുക്കാല്ലേ. പേര് വിളി. അതും അങ്ങനെ Hare
നടത്തുന്ന ഭാഗവതോത്സവത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്ന് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ വിളക്ക് കൊടുത്തി തുടങ്ങിയ ഘോഷയാത്ര ഇന്നിവിടെ ഈ ടൗൺ ഹാളിൽ ഉദ്ഘാടന സഭ അഗ്നിലേ പൂരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഓതാരം രത്നദാതമം അഗ്നേനയ സുപതരായേ തസ്മാൻ വിശ്വാനി ദേവ വയുനാനി വിദ്വാൻ ഗുരുദയസ്ഥാതു പുരാണമേനോ ഭൂയിഷ്ടം തേ നമഃ മുക്തിം വിധേമ. യോഗത്തിൽ പ്രാർത്ഥന ആരംഭിക്കുന്നതിനായിട്ട് ഗുരുവായൂർ ദേവസ്വം കൃഷ്ണനാട്ട മാഷ മുരളിയെ വലിയ സ്നേഹത്തോട് കുറിച്ചു. സൗവർണ്ണാത്ഭുതഭൂഷണോജ്വലവപൂ സംവേദപീതാംബരോ നീലാംബോധരിഭോ ശങ്കാരി പങ്കേരുവൈ ബ്രാജിഷ്ണു ഗുരുവായൂർ മന്ദിരവിരോ വിഷ്ണു സ വിഷ്ണു സ്വയം വിഷ്ണു വിശ്വജനോപതാപകരണേ കാവ്യം മമ ക്യാവയേ പൈതൃക ഗുരുവായൂരിന്റെ സപ്താഹ സമിതിയുടെ പ്രസിഡന്റ് ഡോക്ടർ പി എം വാസുദേവൻ സാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ആരാധനായ ജസ്റ്റിസ് ഭാസ്കരൻ സാർ, ഇന്ന് നമുക്കേവർക്കും പ്രിയപ്പെട്ട ഭാഗവത സപ്താഹത്തിന് നേതൃത്വം നൽകുന്ന പൈതൃക ഗുരുവായൂരിന്റെ സമയാസമയങ്ങളിൽ ഉപദേശങ്ങൾ നൽകുന്ന ആരാധനായ സംപൂജ്യ സ്വാമി ഉദിച്ചേരിജി, വേദിയിലിരിക്കുന്ന ഇന്ന് പൈതൃകരത്നം അവാർഡുകൾ വാങ്ങാനെത്തിയിട്ടുള്ള കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യ സർ, വിജയകുമാർ സർ, റഹ്മാൻജി, അധികാരിജി അടക്കം വേദിയിൽ സദസ്സിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ സുഹൃത്തുക്കൾ, പൈതൃക ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ ഭാഗവത സപ്താഹമാണ്. പൈതൃക ഗുരുവായൂരിന്റെ വിവിധ പ്രവർത്തനങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും കഴിഞ്ഞ 23 വർഷമായിട്ട് എല്ലാ മാസവും കുടുംബ സംഗമവും അതുപോലെ തന്നെ വിവിധ ഗ്രൂപ്പുകളായി ഭാരതീയ സംസ്കാരവും പൈതൃക കലകളുമൊക്കെ
ജനങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ പൈതൃക ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ഒരു സാംസ്കാരിക സമ്മേളനം നടത്തുന്നുണ്ട്. അതുപോലെ പൈതൃകത്തിൻ്റെ ഒരുപാട് പ്രവർത്തനം, പൈതൃകം യോഗാ പഠന ക്ലാസ്, അതുപോലെ പൈതൃകം ആധ്യാത്മിക പഠനം, പൈതൃകം കലാക്ഷേത്രം, പൈതൃകം സൈനിക സേവാ സമിതി, നമ്മുടെ സൈനികരെ ആദരിക്കുന്ന സൈനിക സേവാ സമിതി, പൈതൃകം ഗ്രന്ഥശാല, അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ പൈതൃകത്തിൻ്റെ എടുത്തെടുത്ത് പറയുന്നതിനുള്ള ഒരു സമയം ഇല്ല. സ്വാമിക്ക് ഒന്ന് മഹാത്മ്യം പറയേണ്ടതുള്ളതുകൊണ്ട് വിവിധ പരിപാടികൾ ഇവിടെ നടക്കേണ്ടത് ഉള്ളതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. പൈതൃകത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് ആളുകൾക്ക് അറിയുന്നതാണ്. ഇവിടെ പുറത്ത് അതിനുവേണ്ടി അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്നു മുതൽ 7 ദിവസം 28-ാം തീയതി കൂടി നടക്കുന്ന ഭാഗവത സപ്താഹത്തിൽ നമ്മളൊരു ഭാഗവത ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ്. ഭാഗവതോത്സവം എന്ന നിലയിൽ എല്ലാ ദിവസവും ഓരോ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആദ്യ ദിവസം നാളെ ഈ ഭാരതീയ സംസ്കാരവും പൈതൃക കലകളുമൊക്കെ ജനങ്ങളിലെത്തിക്കുന്ന ആളുകളെ ആദരിക്കുന്ന ചടങ്ങ്. നാളെ അതിൻ്റെ ആചാര്യ സംഗമമാണ്. ഇത്തരം ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആചാര്യന്മാരെ ആദരിക്കുന്ന ചടങ്ങ് നാളെ നടക്കും. അടുത്ത ദിവസം പൈതൃക കലാ സംഗമമാണ്. പൈതൃക കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ ആദരിക്കുന്നു. അടുത്ത ദിവസം മാതൃസംഗമമാണ്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വനിതകളെ, അമ്മമാരെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിനടുത്ത ദിവസം വിദ്യാർത്ഥി യുവജന സംഗമമാണ്. വിദ്യാർത്ഥികളുടെ വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുന്നതിനുള്ള അവസരമാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം 26-ാം തീയതി ജൈവ കർഷക ആയുർവേദ ഡോക്ടർമാരുടെ സംഗമമാണ്. 27-ാം തീയതി സൈനികരെ ആദരിക്കുന്ന നമ്മുടെ മേജർ രവി വരെ പങ്കെടുക്കുന്ന ദേശാഭിമാന സദസ്സാണ്. അതുപോലെ ഒരുപാട് കലകളുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികളുണ്ട്. ഓരോ ദിവസവും നൃത്യങ്ങളും തിരുവാതിരക്കളിയും അതുപോലെ നരസിംഹാവതാരം അടക്കം ദൃശ്യാവിഷ്കാരങ്ങളെ കാണാവുന്നതാണ്. സ്റ്റേജിലുള്ളവർക്ക് സ്വാമിജി കൈനീട്ടം നോക്കുന്നുണ്ട്. അറബികൾ മലയാളികൾക്ക് ശാസനം കൊടുത്തിരിക്കുകയാണ്. ഒരെണ്ണം പുറത്തിറങ്ങി പോകത്തില്ല. കാരണം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നടക്കാതെ കൊടുത്ത് തോന്നില്ല. മതി അവർ ജീവിതത്തിൽ ഇവരത്തിന് വെള്ളം കഴിക്കുക. നമ്മളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ മുങ്ങുന്നവരായതുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. സർക്കാർ വൈകുന്നേരമായ വെള്ളത്തിൽ മുക്കും, പിന്നെ വൈകുന്നേരം അല്ലെങ്കിൽ പ്രകൃതി തന്നെ ഇടയ്ക്കിടയ്ക്ക് മുക്കും. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് കേരളം. അതുകൊണ്ട് ഈ ഒരു കനത്ത ചൂടിനിടയ്ക്ക് പ്രകൃതി അതിൻ്റെ പരിണാമങ്ങളും ഒക്കെ ചെയ്യുന്നതിന് ജീവിതചക്രം മുന്നോട്ട് പോകുമ്പോൾ, ജീവിതം അതിൻ്റെ യാത്ര തുടരുമ്പോൾ എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാനല്ല നമ്മൾ. നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടല്ലോ അത് ഉപനിഷത്തിലൊക്കെ പറയും അന്ധയിലെ വലിയമാണ്. അന്ധൻ ഒരു അന്ധനെ പിന്തുടരും. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സമൂഹം നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. കുറെ ബ്ലൈൻഡായിട്ട് കുറെ ആളുകൾ നമ്മുടെ തലമുറ നോക്കുന്നു. അതാണ് നമുക്കൊരു കണ്ടിന്യൂസ് സൂയിസൈഡ്, ഒന്നല്ല പുറകിലിങ്ങനെ സൂയിസൈഡ്. ഇതെന്തുകൊണ്ട് ബ്രെയിൻ അങ്ങനെ ആയിരിക്കും മറ്റുള്ളവർ കാണിക്കുന്നതാണ് ജീവിതം എന്ന്. അങ്ങനെ സമയം 240 കല്യാണം സത്യത്തിൽ ഇവിടെ വെച്ച് ഗുരുവായൂരിൽ വെച്ച് കല്യാണം നടത്തിയ ജീവിതം കല്യാണമാക്കാൻ ഗുരുവായൂർ നടത്തിയിരുന്നു. കല്യാണം ഗുരുവായൂർ വെച്ച് നടത്തിയിട്ട് ജീവിതം കല്യാണമാവാതെ പോയിട്ടുണ്ട് കാര്യം എനിക്ക് മനസ്സിലായി. ഒരുപക്ഷെ ഗുരുവായൂരിന്റെ മുന്നിൽ വെച്ച് കല്യാണം നടത്തിയാൽ കല്യാണമാകും എന്നുള്ളത് നല്ലതാണ്. പക്ഷെ കല്യാണമാക്കിത്തരാൻ അത് ഭഗവാൻ പറഞ്ഞു തരുന്ന വഴികളിൽ ശ്രമിക്കും. അപ്പൊ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്ന ചില വഴികൾ അത് മനസ്സിലാക്കുകയാണ്. ജീവിതം കല്യാണം, ജീവിതം ആ വഴികൾ ആര് പറഞ്ഞുതരും? അവരാണ്.
അതിനാലാണ് വേദവ്യാസം പക്ഷെ ഭാഗവതം എഴുതുന്ന സമയത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇത് കേവല കഥകളല്ല, ഇത് കേവല കഥകളല്ല. കഥകളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ജസ്റ്റ് നിങ്ങളൊരു മൈൻഡിനെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാൻ, ആകർഷിക്കാൻ. കഥകളല്ല. പിന്നെ ഇതാണ് ഈ കഥകളിൽ നിന്ന് നമ്മൾ സ്വാംശീകരിക്കുന്ന ചില ജീവിത സന്ദേശങ്ങൾ. അതിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് മനസ്സിനെ അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഒന്ന് വ്യത്യസ്തരായി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് കാണിച്ചു ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു. അതിൽ നിന്ന് മാറി നിന്ന് കൃഷ്ണനെ കാണുമ്പോൾ ആ കൃഷ്ണനെ പോകാനുള്ളത് കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ മറ്റും വേണമോ മക്കളാണ് അവസാനം അവിടെ എത്തിക്കുന്നു. നിത്യം ചിത്തസ്ഥിരമേ അവരവരെ കൃഷ്ണനാരുണ്യസിന്ധു. ആ കൃഷ്ണനെ ഉള്ളിക്കാൻ അങ്ങനെ നമ്മൾ ചെയ്യണം. ആ പൈതൃകത്തെ സുഹൃതമാക്കി, ധന്യമാക്കി, പവിത്രമാക്കി വേറെ ഇതൊരു തീർത്ഥയാത്ര, ഒരു 7 ദിവസത്തെ തീർത്ഥയാത്രയ്ക്ക് വേണ്ടി വന്നവരാണ്. വെറുതെ നമ്മുടെ സപ്താഹം കേൾക്കാൻ, നിങ്ങൾ ഈ കേൾക്കുന്ന സപ്താഹത്തിലൂടെ കിട്ടുന്ന ഈ ഭാഗവതത്തിലെ അറിവും അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ തലമുറകളിലേക്ക് കുറച്ചു പേരിലേക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചാൽ ഭഗവാൻ പറയും നിങ്ങളാണ് എന്റെ ഭക്തന്മാർ. കാരണം തൊഴുതുപോകുന്ന ഭക്തന്മാരെക്കാൾ ഭഗവാൻ പറഞ്ഞത് തൊഴുതുപോകുന്ന ഭക്തന്മാരെക്കാൾ ഭഗവാൻ പറയും ഈ ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും എന്ത് പ്രതിസന്ധി വന്നാലും കടന്നുപോയി ഈ കരുത്ത് മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരീരം ഉപേക്ഷിക്കുന്നതായിട്ട് ഭാഗവതത്തിൽ 11-ാം സ്കന്ധത്തിൽ 31-ാമത്തെ കൃഷ്ണന്റെ സ്വർഗാരോഹണം എന്നാണ് പറയാം, സ്വധാമഗമനം എന്ന് പറയാം. സ്വർഗത്തിലേക്ക് ഭഗവാൻ പോയി എന്ന് ഭാഗവതത്തിലില്ല. സ്വധാമഗമനം ആ ഭഗവാൻ പോകുന്നതിന് മുമ്പ് ഭഗവാൻ വ്യാസഭഗവാൻ എഴുതി വെച്ചൊരു വരികളുണ്ട്. ഭഗവാൻ കാര്യം കണ്ടുകൊണ്ട് പോകാൻ തയ്യാറായില്ല. അങ്ങനെ ഭഗവാൻ പോയി അദ്ദേഹത്തിന്റെ വിഗ്രഹം പിൽക്കാലത്ത് ഒഴുകി വന്നേണം പരമശിവൻ ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് സങ്കല്പം. അങ്ങനെയാണ് ഒരുപാട് ക്ഷേത്രം പ്രതിഷ്ഠയുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇന്നാണെങ്കിൽ 14 ദിവസം കൂടിയാണ്, നല്ലൊരു അനുഗ്രഹീത ദിവസമാണ് നമ്മൾ ആഘോഷ ആരംഭിക്കുന്നത്. ഇതായാലും ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഭഗവാൻ എങ്ങനെയായിരിക്കും ശരീരം ഉപേക്ഷിക്കുന്നതാണ് മീൻസ് ആ സന്ദർഭത്തിനെ ഭഗവാന്റെ മനസ്സിലെത്താൻ എന്ത് ചിന്തിച്ചിട്ടാണ് ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുന്നത്? ആർക്കും പറയാൻ ഭഗവാൻ എന്തെങ്കിലും ഓർത്തുകൊണ്ട് ആണോ, എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടാണ് ശരീരം ഉപേക്ഷിച്ചത്? എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ആരെങ്കിലും സ്പഷ്ടമായി ആരെങ്കിലും ഓർത്തിട്ടുണ്ടാവും? ആരെങ്കിലും ഓർത്തിട്ടുണ്ടാവും? ഭൂമിയിലൊന്നും വേണ്ടിയില്ല, ആകുന്നില്ല. ഞാൻ ഭാഗവതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല, സ്വഭാവം കേട്ടിട്ടുണ്ടാവില്ല. അത് കേട്ടിട്ടുള്ള ആളുകളോട് ചോദിക്കുക. ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് വളരെ സ്പഷ്ടമായ ക്വസ്റ്റ്യൻ, ആരെയെങ്കിലും സ്നേഹിച്ചിട്ടാണോ ഭഗവാൻ ശരീരം ഉപേക്ഷിച്ചത്? അറിയുന്നുണ്ടോ? ഉപദേശം കൊടുത്തത് നമുക്ക് നമ്മൾ അത് കേൾക്കുമ്പോൾ ഉള്ളിൽ ഉറക്കുന്നില്ല. ഭക്തന്മാരെല്ലാം ഭഗവാൻ വളരെ സ്പഷ്ടമായി ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. വരികളിലാണ് നമുക്ക് സമയം പറയുന്നത്. ഭഗവാൻ പിതാമഹം വീക്ഷ്യ വിഭൂതിരാത്മാവ വിഭൂതി. പിതാമഹൻ പിതാമഹനെയാണ്, ഈശ്വരനെയാണ് ഭഗവാനെ ആയുധമെടുപ്പിക്കുന്നത് പ്രതിജ്ഞ ചെയ്യുക.
എന്തായിരിക്കും ഭഗവാൻ ഭീഷ്മരെ കൊടുക്കാൻ കാരണം? കാരണം ശരശയിൽ കിടക്കുമ്പോൾ തളർന്നില്ല മാത്രമല്ല, കിടക്കുന്ന ഒരാളെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ശരത്തിൽ കിടക്കുന്ന ഭീഷ്മര് തളർന്നില്ല എന്ന് മാത്രമല്ല, മാനസികമായി തളർന്ന യുധിഷ്ഠിരന്റെ മനസ്സിനെ പിടിച്ചുയർത്തിക്കൊണ്ട് ജീവിതം വളരെ കർത്തവ്യം കഴിപ്പിച്ചുകൊണ്ട് കരുത്തോടെ കരുതലോടെ ധീരതയോടെ ജീവിതം അങ്ങനെ ഊർജ്ജം പകർന്നു, ശക്തി പകർന്നു, പ്രചോദനം കൊടുത്ത് ഒരു മനസ്സിൽ പരിവർത്തനം പ്രതീക്ഷിച്ചു. ആരുടെ മനസ്സാണ് ആരുടെ മനസ്സാണ്? വിഷ്ണു സഹസ്രം ശരശീല ധർമ്മപുത്ര ഉപദേശിച്ചതാണ്, യുധിഷ്ഠിരൻ ഉപദേശിച്ചതാണ് വിഷ്ണു സഹസ്രം. ആ ഭീഷ്മരെയാണ് ഭഗവാൻ തന്റെ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് അതിന്റെ ഓർക്കാൻ കാരണം ഭഗവാൻ ജീവിതത്തിൽ ഭഗവാൻ അവതരിക്കുകയാണ്. ഭഗവാൻ തളർന്നവരെ ഉയർത്തിക്കൊണ്ട് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പകരാനുള്ളത് നമ്മൾ ഓരോരുത്തരും പല സ്ഥലത്തു നിന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് സ്വാമിജിയുടെ വാക്കുകൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൈകൊണ്ട് ഓരോരോ പിടി വിഷ്കൈനേറ്റ് ഉണ്ടെന്നും കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഉപഹാരം സമർപ്പിക്കുന്നത് ജസ്റ്റിസ് ഭാസ്കർ സാർ. ക്യാഷ് അവാർഡ് നൽകുന്നത് മല്ലിശ്ശേരി പരമേശ്വരൻ. അടുത്ത സമാധാനമാണ് വൈദ്യുതം ധനലക്ഷ്മി പുരസ്കാരം. ഒരുപാട് സഹായങ്ങൾ അടുത്ത ദിവസം തന്നെ ഒരുപാട് സ്റ്റീൽ ബെഞ്ചുകൾ നൽകി സഹായിക്കുന്ന ആരാധനായ വിജയകുമാർ സാർ ചെന്നൈയിൽ നിന്ന് നമുക്ക് വേണ്ടി ഇവിടെ എത്തുകയും 9 മണിക്ക് അദ്ദേഹത്തിന് അങ്ങോട്ട് പോകേണ്ടതുകൊണ്ട് അദ്ദേഹത്തിനാണ് വൈദ്യുത ധനലക്ഷ്മി പുരസ്കാരം നൽകുന്നത്. ആ പുരസ്കാരം പൊന്നാട ഇടുന്നത് ആരാധനായ സ്വാമിജിയും പുരസ്കാരം നൽകുന്നത് ജസ്റ്റിസ് ഭാസ്കരൻ സാറുമാണ്. ഇതിനായിട്ട് രണ്ടുപേരെയും ക്ഷണിക്കുന്നതോടൊപ്പം ഏറ്റുവാങ്ങുന്നതിനായിട്ട് വിജയകുമാർ സാറിനെയും ക്ഷണിക്കും. സ്വല്പം താഴ്ത്തിക്കും. ഈ സപ്താഹ സമിതിയുടെ പ്രത്യേക വരിയായിക്കോളൂ ഇങ്ങനെ പിന്നിൽ നിന്നോ. പിന്നിൽ വരൂ. പിന്നിൽ വരൂ. 2024 ഡിസംബർ മാസം 15 മുതൽ 22 വരെ പൂജനീയ സ്വാമി ഉദിച്ചേതനിജിയുടെ ആഭിമുഖ്യത്തിൽ സുഹൃതം ഭാഗവതയജ്ഞ സമിതി എറണാകുളത്തപ്പന്റെ തിരുസന്നിധിയിൽ വെച്ച് സപ്തായജ്ഞം നടത്തുകയാണ്. എല്ലാ ഭക്തജനങ്ങളെയും പങ്കാളികളാവാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. സുഹൃതം ഭാഗവതയജ്ഞ സമിതി 2024 ഡിസംബർ മാസം 15 മുതൽ 22 വരെ പൂജനീയ സ്വാമി ഉദിത് ചൈതന്യജിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ എറണാകുളത്തപ്പന്റെ തിരുസന്നിധിയിൽ വെച്ച് സപ്താഹ യജ്ഞം നടത്തുകയാണ്. എല്ലാ ഭക്തജനങ്ങളും പങ്കാളികളാവാൻ പ്രത്യേകം ക്ഷണിക്കുന്നു.
അങ്ങനെ മാറി കൊടുക്കും. കഴിഞ്ഞ 20-ലേറെ വർഷമായി ഗുരുവായൂർ പ്രവർത്തിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക ആധ്യാത്മിക സംഘടനയായ പൈതൃക ഗുരുവായൂർ ഭാരതീയ സംസ്കാരവും പൈതൃകവും സംരക്ഷിക്കുന്നതിന് വിവിധ പരിപാടികൾ നടത്തിവരുന്നു. പൈതൃകം കലകളെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പൈതൃകം കലാക്ഷേത്രം, സൈനികർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പൈതൃകം സേനാ സമിതി, ആധ്യാത്മിക പഠനത്തിന് പ്രാധാന്യം നൽകുന്ന പൈതൃകം ആധ്യാത്മിക പഠന കേന്ദ്രം, തീർത്ഥയാത്രകൾ സംഘടിപ്പിക്കുന്നതിനായി പൈതൃകം തീർത്ഥയാത്രാ സമിതി, ആധ്യാത്മിക പുസ്തകങ്ങളുടെ സംരക്ഷണത്തിനായി ശാല, നാരായണീയ പാരായണത്തിനായി പൈതൃകം നാരായണീയ സമിതി, വൈദികാചരണ പഠനത്തിനായി പൈതൃകം വേദ പഠന ക്ലാസ്, വനിതകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ പ്രത്യേക വനിതാ വേദി, ജീവകാരുണ്യ പ്രവർത്തനത്തിനായി പൈതൃകം ജീവകാരുണ്യ നിധി, ആചാരാനുഷ്ഠാനങ്ങളെ കുട്ടികളിൽ എത്തിക്കുന്നതിനായി പൈതൃകം ബാലവേദി തുടങ്ങിയ വിവിധ സമിതികൾ പൈതൃകത്തിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. വേഗം പോരും. വേഗം വരൂ, വേഗം നടക്കുക. കഴിഞ്ഞ 20-ലേറെ വർഷമായി ഗുരുവായൂർ പ്രവർത്തിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക ആധ്യാത്മിക സംഘടനയായ പൈതൃക ഗുരുവായൂർ ഭാരതീയ സംസ്കാരവും പൈതൃകവും സംരക്ഷിക്കുന്നതിന് വിവിധ പരിപാടികൾ നടത്തിവരുന്നു. പൈതൃകം കലകളെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പൈതൃകം കലാക്ഷേത്രം, സൈനികർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പൈതൃകം സൈനിക സേവാ സമിതി, ആധ്യാത്മിക പഠനത്തിന് പ്രാധാന്യം നൽകുന്ന പൈതൃകം ആധ്യാത്മിക പഠന കേന്ദ്രം, തീർത്ഥയാത്രകൾ സംഘടിപ്പിക്കുന്നതിനായി പൈതൃകം തീർത്ഥയാത്രാ സമിതി, ആധ്യാത്മിക പുസ്തകങ്ങളുടെ സംരക്ഷണത്തിനായി പൈതൃകം ഗ്രന്ഥശാല, നാരായണീയ പാരായണത്തിനായി പ്രത്യേകം നാരായണീയ സമിതി, വൈദിക ആചരണ പഠനത്തിനായി പൈതൃകം വേദ പഠന ക്ലാസ്, വനിതകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ പൈതൃകം വനിതാ വേദി, ജീവകാരുണ്യ പ്രവർത്തനത്തിനായി പൈതൃകം ജീവകാരുണ്യ നിധി, ആചാരാനുഷ്ഠാനങ്ങളെ കുട്ടികളിൽ എത്തിക്കുന്നതിനായി പൈതൃകം ബാലവേദി തുടങ്ങിയ വിവിധ സമിതികൾ പൈതൃകത്തിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. കഴിഞ്ഞ 20-ലേറെ വർഷമായി ഗുരുവായൂർ പ്രവർത്തിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക ആധ്യാത്മിക സംഘടനയായ പൈതൃകം ഗുരുവായൂർ ഭാരതീയ സംസ്കാരവും പൈതൃകവും സംരക്ഷിക്കുന്നതിന് വിവിധ പരിപാടികൾ നടത്തിവരുന്നു. പൈതൃക കലകളെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പൈതൃക കലാക്ഷേത്രം, സൈനികർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പൈതൃകം സേനാ സമിതി, ആധ്യാത്മിക പഠനത്തിന് പ്രാധാന്യം നൽകുന്ന പൈതൃകം ആധ്യാത്മിക പഠന കേന്ദ്രം, തീർത്ഥയാത്രകൾ സംഘടിപ്പിക്കുന്നതിനായി പൈതൃകം തീർത്ഥയാത്രാ സമിതി, ആധ്യാത്മിക പുസ്തകങ്ങളുടെ സംരക്ഷണത്തിനായി പൈതൃക ഗ്രന്ഥശാല, നാരായണീയ പാരായണത്തിനായി പൈതൃകം നാരായണീയ സമിതി, വൈദികാചരണ പഠനത്തിനായി പൈതൃകം വേദ പഠന ക്ലാസ്, വനിതകളുടെ ഉന്നമനത്തിനായി പൈതൃകം വനിതാ വേദി, ജീവകാരുണ്യ പ്രവർത്തനത്തിനായി പൈതൃകം ജീവകാരുണ്യ നിധി, ആചാരാനുഷ്ഠാനങ്ങളെ കുട്ടികളിൽ എത്തിക്കുന്നതിനായി പൈതൃകം ബാലവേദി തുടങ്ങിയ വിവിധ സമിതികൾ പൈതൃകത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു. നമസ്കാരം. പൈതൃകം ഭാഗവതത്തോടനുബന്ധിച്ച് നാളെ 22-ാം തീയതി 6 മണിക്ക് തുടങ്ങുന്ന ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ തുടർച്ചയായി നാളെ ഉച്ചയ്ക്ക് 1:30 ഈ മണ്ഡപത്തിൽ നടനനികേതനം എളവള്ളി നൃത്തവിദ്യാലയത്തിൽ 10ഓളം കുട്ടികൾ അവതരിപ്പിക്കുന്ന നൃത്തശില്പം
ശ്രീകൃഷ്ണ അവതാരം അതുപോലെ തന്നെയുള്ള പൈതൃക ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പൈതൃക കലകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നൃത്തശില്പം അവതരിപ്പിക്കുന്നത് നാളെ 1:30 നടന നികേതനം എളവള്ളിയിലെ നൃത്തവിദ്യാർത്ഥികളാണ്. നൃത്ത സംവിധാനം ചെയ്തിരിക്കുന്നത് ഷീബ ടീച്ചർ എളവള്ളി. അതുപോലെ തന്നെ നാളെ വൈകി 6:30 തിരുവാതിരക്കളി ശ്രീമതി ചാന്ദ്രി ടീച്ചർ തലക്കോട്ടുകാര മഹാദേവ ക്ഷേത്ര മാതൃസമിതിയുടെ ചാന്ദ്രി ടീച്ചർ നയിക്കുന്ന തിരുവാതിരക്കളി. അതിനുശേഷം അയ്യപ്പ ചരിതം എന്ന ഒരു ചെറിയ നൃത്തശില്പം അത് അവതരിപ്പിക്കുന്നത് ശ്രീനന്ദ പെരുങ്കട്ടയാണ്. തുടർന്ന് മറ്റൊരു തിരുവാതിരക്കളി ശ്രീ മുത്തപ്പൻ തിരുവാതിരക്കളി സംഘം വടാനപ്പള്ളി. ഇത്രയും കലാപരിപാടികൾ നാളെ സപ്താഹ യജ്ഞത്തിൻ്റെ ഇടയിൽ ഇവിടെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമായി നാം ചെയ്തു വരികയാണ്. നാളെ കാലത്ത് വിഷ്ണു സഹസ്രനാമത്തിന് സ്വാമിജി വരുന്നതിന് മുന്നേ കഴിഞ്ഞ കൊല്ലം നമ്മൾ നടത്തിയിരുന്ന മാതിരി ഋഗ്വേദത്തിനെയും യജുർവേദത്തിനെയും ചില മന്ത്രങ്ങൾ കൂടി ഇവിടെ ആലപിക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമത്തിന് മുന്നോടിയായിട്ട്. കഴിയും. സ്പീഡായിക്കോട്ടെ